ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10ൽ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എക്സസൈസ് 5.2ലെ ക്വസ്റ്റ്യൻസ് ആണ്. 5.2ലെ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 4ഉം ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Question number 3 ഇതാണ്. In the following APs, find the missing term in the boxes. അതിൽ question number 1, 2, second term തന്നിട്ടില്ല, third term 26 എന്ന് തന്നിട്ടുണ്ട്. Second question, first term missing ആണ്, second term 13 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ third term missing ആണ്, fourth term 3 എന്ന് തന്നിട്ടുണ്ട്. Third questionൽ ഫസ്റ്റ് ടേം 5 എന്ന് തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം മിസ്സിങ്, തേർഡ് ടേം മിസ്സിങ്, ഫോർത്ത് ടേം 9.5. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം -4 എന്ന് തന്നിട്ടുണ്ട്, സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും മിസ്സിങ് ആണ്, ലാസ്റ്റ് ടേം 6 എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5ൽ ഫസ്റ്റ് ടേം മിസ്സിങ്, സെക്കൻഡ് ടേം 38, തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് മിസ്സിങ്, സിക്സ്ത് ടേം -22 എന്ന് തന്നിട്ടുണ്ട്. ഇൻ ദ ഫോളോയിങ് APs ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. ഇത് APയിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ APയിലാണെങ്കിൽ ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, അതുപോലെ ഇത് തേർഡ് ടേം ആണ്. നമുക്കറിയാം ജനറൽ ഫോം ഓഫ് AP ഏതാണ്? ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A+D, A+2D, A+3D എക്സെട്ര. ഫസ്റ്റ് ടേം A എന്നും സെക്കൻഡ് ടേം A+D എന്നും തേർഡ് ടേം A+2D എന്നും ഫോർത്ത് ടേം A+3D എന്നും എടുക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതാം. ഫസ്റ്റ് ടേം എത്രയും തന്നിട്ടുണ്ട്? 2 എന്ന്. ദാറ്റ് ഈസ് A എന്ന് പറയുന്നത് 2 എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് ടേം മിസ്സിംഗ് ആണ്. പിന്നെ ഏതാ തന്നിട്ടുള്ളത്? തേർഡ് ടേം 26 എന്ന് തന്നിട്ടുണ്ട്. A3 എന്ന് പറയുന്നത് 26 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം A3 മീൻസ് A+3 - 1 × D, ദാറ്റ് ഈസ് 2D. ജനറൽ ഫോമാറ്റിൽ A+2D ആണ്. ദാറ്റ് ഈസ് A+2D = 26. A3 26 മീൻസ് A+2D = 26 എന്നാണ്. ഇവിടെ എയുടെ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2 പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് A = 2. 2 + 2D = 26. Then 2D = 26 - 2 which is equal to 24. അപ്പോൾ 2Dയിൽ 2Dയുടെ വാല്യൂ 24 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് Dയുടെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ അറിയാം. Dയുടെ വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ടേം കാണാനുള്ള ഫോർമുല A+2 - 1 × D ആണ്. അപ്പോൾ എത്രയാണ്? A+D എന്ന് വരും. ആ ഇതിൽ D ആഡ് ചെയ്താൽ മതി. എയോടൊപ്പം D ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ D ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാം. D is equal to 24/2 which is equal to 12 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം മീൻസ് A2 is equal to A+D. A എത്രയാണ്? 2 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 + 12 which is equal to 14. അപ്പോൾ A2ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 14. ദാറ്റ് ഈസ് A2 is equal to 14. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. A2 is equal to 14 which is the answer. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം തന്നിട്ടില്ല, ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. എത്രയെന്ന്? 3 എന്ന്. അപ്പം നമുക്കറിയാം ഇത് ഫസ്റ്റ് ടേം ആണ്, ദിസ് ഈസ് സെക്കൻഡ് ടേം, ദിസ് ഈസ് തേർഡ് ടേം ആൻഡ് ദിസ് ഈസ് ഫോർത്ത് ടേം. അപ്പോൾ ജനറൽ ഫോം ഓഫ് AP ഏതാണ്? A, A+D, A+2D, A+3D എക്സെട്ര. ഇതിൽ ഫസ്റ്റ് ടേം A എന്നും സെക്കൻഡ് ടേം A+D എന്നും തേർഡ് ടേം A+2D എന്നും ഫോർത്ത് ടേം A+3D എന്നുമാണ് എടുക്കുന്നത്. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതാം. ഏതാണ് തന്നിട്ടുള്ളത്? സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. A2 is equal to 13 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം A4 is equal to 3 എന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ ജനറൽ ഫോമാറ്റിലുള്ള വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A2 മീൻസ് എന്തോന്നാണ്? A+2 - 1 × D, അല്ലെങ്കിൽ A+D എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാം. A2 മീൻസ് A+2 - 1 × D, ദാറ്റ് ഈസ് ഏതാണ്? A+2 - 1 × D which is equal to 13. എന്ത് ടേം യൂസ് ചെയ്താണ് ഞാൻ 2 - 1 എന്ന് എടുത്തത്? A+n - 1 × D. അതുപോലെ സെക്കൻഡ് ടേം ആകുമ്പോൾ A+2 - 1 × D,
which is equal to 13. That is 2 minus 1 1 ആണല്ലോ. That is a plus d equal to 13. Equation number 1 എന്ന് എഴുതാം. അതുപോലെ A4 നമുക്ക് എങ്ങനെ എഴുതാം? a plus 4 minus 1 into d. That is എങ്ങനെ എഴുതാം? a plus 3d equal to ക്വസ്റ്റ്യൻ നമ്പർ ഇത് ആൻസർ എത്രയാണ്? 3. ഫോർത്ത് ടേം എത്രയെന്ന് തന്നിട്ടുണ്ട്? 3 എന്ന്. ദാറ്റ് ഈസ് a പ്ലസ് 3d ഈക്വൽ ടു 3. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്കിത് ലീനിയർ ഇക്വേഷൻ ചെയ്യുന്ന പോലെ എയുടെയും ഡിയുടെയും വാല്യൂ, കാരണം 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് എയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ എ മീൻസ് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. അതുപോലെ തേർഡ് ടേം ഫൈൻഡ് ചെയ്യണമെങ്കിൽ എയോടൊപ്പം 2 times ഡി ആഡ് ചെയ്യണം. അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് എ ഫൈൻഡ് ചെയ്യാം, പിന്നെ ഡി ഫൈൻഡ് ചെയ്യാം. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എയും ഡിയും ഫൈൻഡ് ചെയ്യാം. കാരണം ദിസ് ഈസ് ഓഫ് ദ ഫോം ലീനിയർ ഇക്വേഷൻ്റെ ഫോമാറ്റിലാണ്. നമുക്ക് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയാണ്? ഇക്വേഷൻ 1 minus 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, കാരണം സെയിം വേരിയബിൾ ആണ്, എയിൽ സെയിം ആണ്, അതുപോലെ കോഎഫിഷ്യൻറ്റ് സെയിം ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 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 കൊടുക്കുക. എന്നിട്ട് എ മൈനസ് എ എന്തോന്ന് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയി, ക്യാൻസലായി മാറി. നെക്സ്റ്റ് ഡി മൈനസ് 3d സൈൻ മാറ്റിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറന്നു പോകും സൈൻ മാറ്റാൻ. ഡി മൈനസ് പ്ലസ് എല്ലാം മൈനസ് ആവും, മൈനസ് എല്ലാം പ്ലസ് ആവും. ഡി മൈനസ് 3d എത്രയാണ്? ഡി മൈനസ് 3d 3dന്ന് ഡി സബ്ട്രാക്ട് ചെയ്താൽ 2d വരും. ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പല് -2 ആണ്. ദാറ്റ് ഈസ് -2d ഈക്വൽ ടു 13 minus 3. എത്രയാണ്? 13 minus 3 10. Therefore d is equal to 10 by -2 ഈക്വൽ ടു എത്രയാണ്? -5. ഡിയുടെ വാല്യൂ -5 ഒന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം? എയുടെ വാല്യൂ കിട്ടാനായിട്ട് ഈ -5 ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, 2 ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു, ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. പുട്ട് ഡി ഈക്വൽ ടു -5 ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ 1 ഏതാണ്? a പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13. എയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതുപോലെ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയെന്ന്? -5 എന്ന് കിട്ടി. ഈ -5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a പ്ലസ് -5 ഇസ് ഈക്വൽ ടു 13. ദെൻ a ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് എങ്ങനെ മാറും? മൈനസ് ആവും. ദാറ്റ് ഈസ് a മൈനസ് 5 ഇസ് ഈക്വൽ ടു 13. ദെൻ a ഇസ് ഈക്വൽ ടു 13 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 18. അപ്പോൾ എയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 18 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? തേർഡ് ടേം ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ടായിരുന്നു. തേർഡ് ടേം ഫൈൻഡ് ചെയ്യാനായിട്ട് a3 ഈസ് ഈക്വൽ ടു, തേർഡ് ടേം ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? a പ്ലസ് 3 minus 1 into d. ദാറ്റ് ഈസ് a പ്ലസ് 2d. എയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 18. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ 18 എന്നും അതുപോലെ ഡിയുടെ വാല്യൂ -5 എന്നും കിട്ടി. 18 പ്ലസ് 2 ഇൻറ്റു -5 വിച്ച് ഇസ് ഈക്വൽ ടു 18. 2 ഇൻറ്റു -5 എത്രയാണ്? -10. ദാറ്റ് ഈസ് എത്രയെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 18 കിട്ടി. അതുപോലെ a3യുടെ വാല്യൂ 8 കിട്ടി. a ഈസ് ഈക്വൽ ടു, a മീൻസ് ഫസ്റ്റ് ടേം, a ഈസ് ഈക്വൽ ടു 18 ആൻഡ് a3 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 18,8 കറക്റ്റ് ആയോ നോക്കാം. കാരണം 18ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താണ് 13 മേക്ക് ചെയ്തേക്കുന്നത്. കാരണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. കാരണം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. 18 - 5 ആകുമ്പോൾ 13 കിട്ടുന്നുണ്ട്. 13 - 5 ആയപ്പോൾ 8 കിട്ടുന്നുണ്ട്. അതുപോലെ 8 - 5 ചെയ്യുമ്പോൾ 3 കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ കറക്റ്റ് ആണല്ലോ. അപ്പോൾ ആൻസർ വിച്ച് ഈസ് ദ ആൻസർ. അങ്ങനെ സെക്കൻഡ് ടേം കംപ്ലീറ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടേം, ദിസ് ഈസ് സെക്കൻഡ് ടേം, ദിസ് ഈസ് തേർഡ് ടേം, ഫോർത്ത് ടേം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. തന്നിട്ടുള്ളതിൽ ഏതാണ്? എയുടെ വാല്യൂ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് a1 ഇസ് ഈക്വൽ ടു 5. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു 5. അതുപോലെ സെക്കൻഡ് ടേം മിസ്സിംഗ് ആണ്, തേർഡ് ടേം മിസ്സിംഗ് ആണ്. പിന്നെ ഏതാ തന്നിട്ടുള്ളത്? ഫോർത്ത് ടേം. a4 ഇസ് ഈക്വൽ ടു 9.5. a4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനറൽ ഫോം ഓഫ് AP a, a പ്ലസ് d, a പ്ലസ് 2d, a പ്ലസ് 3d എക്സെട്ര. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേംസ് എക്സെട്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും.
അപ്പോൾ നമുക്കറിയാം എന്തുവാണ് എയുടെ വാല്യൂ 5 എന്നറിയാം. A4 മീൻസ് A+4 - 1 × D ഓർ A+3D എന്ന് എഴുതാം. ദാറ്റ് ഈസ് A+4 - 1 × D = 9.5. ദാറ്റ് ഈസ് A+ എന്ന് പറഞ്ഞാൽ എന്തുവാണ് A+3D = 9.5. 9.5ന് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ദാറ്റ് ഈസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇംപ്രോപ്പർ ആക്കുന്നത് 9നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യുക. 9 × 2 എത്രയാണ്? 18. 18 + 1 എത്രയാണ്? 19. ഡിനോമിനേറ്റർ 2 തന്നെയാണ്. 19/2. അപ്പോൾ എത്ര കിട്ടി? A+3D = 19/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് A+3D = 19/2. ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് A = 5. ഈ ഇക്വേഷനിൽ നമുക്ക് എയുടെയും ഡിയുടെയും വാല്യൂ കിട്ടിയാൽ മാത്രമേ ഓരോ ടേംസും ഫൈൻഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ എയുടെ വാല്യൂ നമുക്ക് അറിയാം. ഇനി എന്തോന്ന് ചെയ്താൽ മതി? ഡിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് A = 5 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ എത്രയാണ്? അറിയാമല്ലോ, ആദ്യമേ തന്നിട്ടുണ്ട് 5 ആണ്. 5 + 3D = 19/2. then 5 + 3D = 19/2 ആവുമ്പോൾ എന്ത് ചെയ്യാം? ഈ 5നെ നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 3D = 19/2 - 5. LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? 3D = 2 അല്ലേ? 2 ഡിനോമിനേറ്റർ 1 ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ LCM 2 ആയിട്ട് എടുത്തു. കോമൺ LCM ആയിട്ട് എടുത്തു. 19. 2ൻ്റെ ഡിനോമിനേറ്റർ 19 അല്ല, ന്യൂമറേറ്റർ 19 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് അതിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല, 19 ആയി. പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഇക്വലൻ്റ് ആക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ന്യൂമറേറ്ററിലുള്ളത് നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിൽ 2 എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടും. -5 × 2 = 10. 19 - 10 എത്രയാണ്? 19 - 10 9/2 എന്ന് വരും. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? 3D = 9/2. ഇനി D എങ്ങനെ കണ്ടുപിടിക്കും? 9/2 / 3. അപ്പോൾ 9/2 / 3 ആകുമ്പോൾ ഫ്രാക്ഷൻ കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. 3യുടെ റെസിപ്രോക്കൽ 3 മീൻസ് 3/1 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എങ്ങനെ വരും? 1/3. അപ്പോൾ 9/2 × 1/3 എന്ന് വരും. 3 കട്ടാവും. എത്ര കിട്ടും? ആൻസർ ഡിയുടെ വാല്യൂ 3/2 എന്ന് കിട്ടും. അപ്പോൾ ഡിയുടെ വാല്യൂ എത്ര കിട്ടി? 3/2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെക്കൻഡ് ടേം ഫൈൻഡ് ചെയ്യാൻ പറ്റും, തേർഡ് ടേം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് സെക്കൻഡ് ടേം ഫൈൻഡ് ചെയ്യാം. A2 = എത്രയാണ്? A+D. ഒരു 1 ടൈം D ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. ദാറ്റ് ഈസ് A+D. എയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? തന്നിട്ടുണ്ട് ഓൾറെഡി, 5 ആണ്. ദാറ്റ് ഈസ് 5 + 3/2. ഇവിടെ അങ്ങനെയാണ്. LCM 2 ആയിട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഡിനോമിനേറ്റർ 5ൻ്റെ ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട്. 5 × 2 എത്രയാണ്? 10. 10 + 3 = 13/2. അപ്പോൾ സെക്കൻഡ് ടേം എത്രയെന്ന് കിട്ടി? 13/2 എന്ന് കിട്ടി. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? സെക്കൻഡ് ടേം. A2 = 13/2. അപ്പം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതിന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതണം. 13 ഇങ്ങനെ 13/2 എന്ന് മാത്രം എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. അല്ല, സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആണെങ്കിൽ അതിനെ മിക്സഡ് ആക്കി മാറ്റിയിട്ട് വേണം എഴുതാൻ. ദാറ്റ് ഈസ് ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കുന്നത് എങ്ങനെയാണ്? 13/2 ചെയ്യുമ്പം എത്ര ടൈംസ് ആണ് പോകുന്നത്? 6 × 12 6 × 2 12 വരും. 3 - 2 1 വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 6 1/2. അപ്പോൾ A2ൻ്റെ വാല്യൂ കിട്ടി. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? A3. A3 = അപ്പോൾ A2 6.5 എന്ന് കിട്ടി. A2 6.5. ഇനി ഏതാണ്? A3. A3 = നമുക്കറിയാലോ, A3 = A + 3 - 1 × D. ദാറ്റ് ഈസ് A + 2D. എയുടെ വാല്യൂ എത്രയാണ്? 5. 5 + 2 × ഡിയുടെ വാല്യൂ ആദ്യമേ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. 3/2 വന്നു. ഇവിടെ എളുപ്പമാണ്. 2 × 2 കൂടെ കട്ട് ചെയ്ത് പോവും. ദെൻ ബാക്കി എത്ര കിട്ടും? 5 + 3 = 8 എന്ന് കിട്ടും. അപ്പോൾ A3 എത്രയെന്ന് കിട്ടി? 8. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് A2ൻ്റെ വാല്യൂ 6.5ഉം A3യുടെ വാല്യൂ 8ഉം കിട്ടി. A2 = 6.5, അതുപോലെ A3 = 8. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ഫോർത്ത് ക്വസ്റ്റ്യൻ -4 അതുപോലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി ഇതിനകത്തുള്ള സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, ദിസ് ഈസ് സെക്കൻഡ്, ദിസ് ഈസ് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. അപ്പോൾ ഏതാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് A1 തന്നിട്ടുണ്ട്. A1 മീൻസ് A ആണല്ലോ. A is equal to -4 ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അതുപോലെ സിക്സ്ത് ടേം തന്നിട്ടുണ്ട്. സിക്സ്ത് ടേം ആണ് 6 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ സിക്സ്ത് ടേം എങ്ങനെ എഴുതും? A+, നമുക്കറിയാം ജനറൽ ഫോമാറ്റ് A6 ആണ്. A6 is equal to 6. ജനറൽ ഫോമാറ്റ് എങ്ങനെയാണ്? A, A+D, A+2D, A+3D, etc. ഇതാണ് ജനറൽ ഫോം ഓഫ് AP. APയുടെ ജനറൽ ഫോമാറ്റ്. അതിൽ സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ A+6 - 1 × D, ദാറ്റ് ഈസ് A+5D ആണ്. A+5D = 6. ഇനി എന്ത് ചെയ്താൽ മതി? എയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും. പിന്നെ എന്താണ് നമുക്ക് ഫോമാറ്റ് അറിയാം. സെക്കൻഡ് ടേം ഫൈൻഡ് ചെയ്യണമെങ്കിൽ എയോടൊപ്പം 1 ടൈം ഡി ആഡ് ചെയ്യണം. തേർഡ് ടേം ഫൈൻഡ് ചെയ്യണമെങ്കിൽ 2 ടൈംസ് ആഡ് ചെയ്യണം. ഫോർത്ത് ടേം ആണെങ്കിൽ 3 ടൈംസ്, ഫിഫ്ത്ത് ടേം ആണെങ്കിൽ 4 ടൈംസ്. അപ്പോൾ അതുകൊണ്ട് A+5D = 6. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് A is equal to -4. ദാറ്റ് ഈസ് -4 പ്ലസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4 + 5D = 6. ദെൻ 5D = 6 -4 നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ എന്തോന്നായി മാറും? +4 ആവും. ദെൻ 5D is equal to 6 + 4 എത്രയാണ്? 10. Then D is equal to 10/5 which is equal to 2. അപ്പോൾ ഏത് കിട്ടി? ഡിയുടെ വാല്യൂ 2 എന്ന് കിട്ടി. അതുപോലെ എയുടെ വാല്യൂ -4 എന്ന് കിട്ടി. ഈ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാം. സെക്കൻഡ് ടേം ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? A2 ഇല്ല, അതുപോലെ A3 ഇല്ല, A4 ഇല്ല, A5 ഇല്ല. ഇതെല്ലാം ഫൈൻഡ് ചെയ്യേണ്ട നമ്പേഴ്സാണ്. അപ്പോൾ A2 ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? A+2 - 1 × D, ദാറ്റ് മീൻസ് 2 - 1 1 ആണല്ലോ. അപ്പോൾ A+D, ദാറ്റ് ഈസ് എയുടെ വാല്യൂ എത്രയാണ്? -4. അതുപോലെ ഡിയുടെ വാല്യൂ 2. -4 + 2 which is equal to 4 × 2 പോയാൽ 2. ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ സിമ്പൽ -2. അപ്പോൾ നമുക്ക് ഏത് കിട്ടി? A2 is equal to -2 എന്ന് കിട്ടി. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? A3 is equal to A+3 - 1 × D അല്ലേ? A+3n - 1 × Dയിൽ 3 - 1 × D. എത്രാമത്തെ ടേം ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്? അത് 3 - 1, ദാറ്റ് ഈസ് A+2D = എയുടെ വാല്യൂ എത്രയാണ്? -4 + 2 × ഡിയുടെ വാല്യൂ എത്രയാണ്? 2, ദാറ്റ് ഈസ് -4 + 4 which is equal to എത്ര കിട്ടും? 0 എന്ന് കിട്ടും. നെക്സ്റ്റ് A3 is equal to എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? A4 is equal to A+4 - 1 × D which is equal to 4 - 1 എത്രയാണ്? 3, that is A+3D. എയുടെ വാല്യൂ എത്രയാണ്? -4 പ്ലസ് 3 × ഡിയുടെ വാല്യൂ എത്രയാണ്? 2, that is -4 + 6 is equal to 6 - 4. 6 ന്ന് 4 സബ്ട്രാക്ട് ചെയ്ത ആൻസർ 2. അപ്പോൾ ഏത് കിട്ടി? A4 is equal to 2 എന്ന് കിട്ടി. നെക്സ്റ്റ് A5 is equal to A+5 - 1 × D, that is A+4D. എയുടെ വാല്യൂ എത്രയാണ്? -4 പ്ലസ് 4 × D. D എത്രയാണ്? 2, that is -4 + 4 × 2 എത്രയാണ്? 8. ബിഗ്ഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് ആണ്. ഓപ്പോസിറ്റ് സിമ്പൽ ആകുമ്പോൾ ബിഗ്ഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്. 8 - 4 എത്രയാണ്? 4. ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ സിമ്പൽ ഏതാണ്? പ്ലസ്. ദാറ്റ് ഈസ് ഏത് കിട്ടി? A5 is equal to 4 എന്ന് കിട്ടി. ഇനി കിട്ടിയ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A2ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. A2ൻ്റെ വാല്യൂ -2 എന്ന് കിട്ടി. A3യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അതുപോലെ A4ൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. A5ൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. A2 is equal to -2, A3 is equal to 0, A4 is equal to 2 and A5 is equal to 4. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അങ്ങനെ ഫോർത്ത് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഇനി തേർഡിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 38. സെക്കൻഡ് ടേം ഇല്ല,
സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല, സിക്സ്ത് ടേം -22 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം മിസ്സിംഗ് ആണ്, സെക്കൻഡ് ടേം 38 ആണ്, തേർഡ് ടേം മിസ്സിംഗ് ആണ്, ഫോർത്ത് ടേം മിസ്സിംഗ് ആണ്, 5 ഇല്ല, അതുപോലെ സിക്സ്ത് ടേം മാത്രം -22 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ തന്നിട്ടുണ്ട്? സെക്കൻഡ് ടേം ക്വസ്റ്റിന് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, A2 = എത്രയും തന്നിട്ടുണ്ട്, 38 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ A6 = -22 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ്റെ ഫോമാറ്റിൽ എഴുതി നമുക്ക് സോൾവ് ചെയ്യേണ്ട, കാരണം എയും അറിയില്ല ഡിയും അറിയില്ല. എയും ഡിയും കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ മിസ്സിംഗ് ടേംസ് ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എ ഫൈൻഡ് ചെയ്യാനും ഡി ഫൈൻഡ് ചെയ്യാനുമായിട്ടുള്ള 2 ഇക്വേഷൻസ് മേക്ക് ചെയ്യാനുള്ള ക്ലൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ A2 മീൻസ് 38 എന്ന് തന്നിട്ടുണ്ട്. A2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? A+2 - 1 × D അല്ലേ? അപ്പോൾ A+D, A2 - 1 1 ആണല്ലോ, ദാറ്റ് ഈസ് A+D = 38. ആൻഡ് A6 എന്ന് പറഞ്ഞാലോ A+5 - 1 × D, ദാറ്റ് ഈസ് A+ ഏതാണ് 6 - 1 × D. A6 ആണ് തന്നിരിക്കുന്നത്. A6 = A+6 - 1 × D, ദാറ്റ് ഈസ് A+5D = -22 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A+Dയും ഇക്വേഷൻ നമ്പർ 1, അതുപോലെ A+5D തന്നിട്ടുണ്ട്, -22 എന്ന്. ഇനി നമുക്ക് ലീനിയർ ഇക്വേഷൻ്റെ ഫോമാറ്റിൽ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് ഏത് വാല്യൂസ് കണ്ടുപിടിക്കാം? എയുടെയും ഡിയുടെയും വാല്യൂ കാണാം. ഇക്വേഷൻ 1 - 2 ചെയ്യുമ്പം A ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ മൈനസ് ആവുമ്പം സൈൻ മാറ്റിക്കൊള്ളണം. മൈനസ് ബിക്കംസ് പ്ലസ് ആൻഡ് പ്ലസ് ബിക്കംസ് മൈനസ്. ഓർമ്മിച്ച് മാറ്റിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല സൈൻ ഏതാണെന്ന് ഓർമ്മിക്കില്ല. അതുകൊണ്ട് മൈനസ് ആക്കിയിട്ട്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. A - A ചെയ്യുമ്പം എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോവും. D - 5D, D - 5D, 5D നിന്ന് D പോയാൽ 4D വരും. അതുപോലെ ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ സിമ്പൽ ഏതാണ്? 5D ആണല്ലോ വലുത്, -4D എന്ന് കിട്ടും. -4D which is equal to 8 - 2 എത്രയാണ്? 8 നിന്ന് 2 പോയാൽ 6. അതുപോലെ 3 നിന്ന് 2 പോയാൽ, സോറി ഇതിപ്പോൾ -2 ആണ്, 38 + 22, -22 എന്തോന്നായി മാറി? +22 ആയി. ദാറ്റ് ഈസ് 38 + 22, 8 + 2 10 ആവും, 3 + 2 5, 5 + 1 6 ആവും. അപ്പോൾ എത്ര കിട്ടും? 60 എന്ന് ആൻസർ കിട്ടും. -4D = 60, 8 + 2 10, 3 + 2 5, 5 + 1 60. Then D = 60/-4. ഇവിടെ രണ്ടും ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ആണ്, അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് പ്ലസ് സിമ്പൽ തന്നെയാണ്. അപ്പോൾ 60, കാരണം -22 സൈൻ ചേഞ്ച് ചെയ്ത് +22 ആയി മാറും. 60 / -4 ചെയ്യുമ്പോൾ എന്തോന്നിൻ്റെ വാല്യൂ കിട്ടും? ഡിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ 6ൽ 4 1 ടൈം, പിന്നെ എത്ര ബാക്കി വരുന്നത്? 20 വരും, -15 അല്ലേ? പ്ലസ് മൈനസ് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ആണല്ലോ. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? -15 എന്ന് കിട്ടി. ഡിയുടെ വാല്യൂ -15. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? എയുടെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എയുടെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഈ കിട്ടിയ ഡിയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് A+D = 38. എയുടെ വാല്യൂ അറിയില്ല, അതിനു വേണ്ടിയാണ് ഫൈൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിയുടെ വാല്യൂ എത്രയാണ്? -15 is equal to 38. -15 is equal to 38. Then A is equal to 38 - 15. Next side പോകുമ്പോൾ എത്രയാവും? +15, which is equal to 8 + 5 13 ആവും. 1 3 + 1 4, 4 + 1 5. എയുടെ വാല്യൂ എത്ര കിട്ടി? 53 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയെന്ന്? 53 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം ഫൈൻഡ് ചെയ്യണം, ഫോർത്ത് ടേം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തേർഡ് ടേം A3 എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്ക് കാണാം മിസ്സിംഗ് ടേംസ് ഏതൊക്കെയാണ്? A അറിയില്ല, അതുപോലെ A3 അറിയില്ല, A4 അറിയില്ല, A5, A6 തന്നിട്ടുണ്ട്. അപ്പോൾ A3 ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് A+ എത്രയാണ്? 3 - 1 × D, ദാറ്റ് ഈസ് A+2D. A3 മീൻസ് A+3 - 1 × D, ദാറ്റ് ഈസ് ഈക്വൽ ടു A+2D എന്ന് വരും. എയുടെ വാല്യൂ എത്രയെന്ന് അറിയാം? 53 എന്നറിയാം. +2 × ഡിയുടെ വാല്യൂ -15 ആണ്. അപ്പം 53 - 15 എത്രയാവും? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും. -15 × 2 30. 53 - 30 എത്ര വരും? 23 എന്ന് കിട്ടും.
അപ്പോൾ ഏത് കിട്ടിക്കഴിഞ്ഞു? തേർഡ് ടേം കിട്ടിക്കഴിഞ്ഞു 23 എന്ന്. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഫോർത്ത് ടേം. ദാറ്റ് ഈസ് A4 ഇസ് ഈക്വൽ ടു A പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് A പ്ലസ് 3D എന്ന് പറയും. A പ്ലസ് 3D. A4ൽ എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു 53 എന്ന്. A ഇസ് ഈക്വൽ ടു 53. 53 പ്ലസ് 3 ഇൻറ്റു ഡി മൈനസ് 15. ദാറ്റ് ഈസ് 53. 53 ഇൻറ്റു 3 എത്രയാണ്? 15 ഇൻറ്റു 3 എത്രയാണ്? 45. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 45 ആവും. 53 മൈനസ് 45 8 അല്ലേ? 53 നിന്ന് 45 സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ 8 എന്ന് കിട്ടും. അപ്പോൾ ഏത് കിട്ടി? A3. നേരത്തെ A3 ആണ് 23 എന്ന് കിട്ടിയത്. ഇപ്പോൾ A4 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇനി ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? A5 ഇസ് ഈക്വൽ ടു എങ്ങനെ ഫൈൻഡ് ചെയ്യാം? A പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് A പ്ലസ് 4D. ദാറ്റ് ഈസ് എയുടെ വാല്യൂ എത്രയെന്ന് അറിയാം? 53 പ്ലസ് 4 ഇൻറ്റു ഡി എത്രയാണ്? മൈനസ് 15. ദാറ്റ് ഈസ് 53 പ്ലസ് 15 ഇൻറ്റു 4 60 അല്ലേ? മൈനസ് 60. മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും. ദാറ്റ് ഈസ് 53 മൈനസ് 60. ബിഗസ്റ്റ് 60 മൈനസ് 53. 60 നിന്ന് 53 സബ്ട്രാക്ട് ചെയ്താൽ 7 വരും. ബിഗസ്റ്റ് നമ്പറിൻ്റെ സിമ്പൽ മൈനസ് ആണ്. ദാറ്റ് ഈസ് മൈനസ് 7 എന്ന് കിട്ടും. അപ്പോൾ A5 മൈനസ് 7 എന്ന് കിട്ടി. A4 8 എന്ന് കിട്ടി. അപ്പോൾ ഏതൊക്കെയാണ് ടേംസ് കിട്ടിയത്? അതുപോലെ ഫസ്റ്റ് ടേം 53 എന്ന് കിട്ടി. അപ്പോൾ A 53 എന്ന് കിട്ടി. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തത് A3 എത്ര കിട്ടി? 23 എന്ന് കിട്ടി. അടുത്ത് ഫൈൻഡ് ചെയ്തത് A4 എത്ര കിട്ടി? 8 എന്ന് കിട്ടി. അതുപോലെ A5 എത്ര കിട്ടി? മൈനസ് 7 എന്ന് കിട്ടി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അങ്ങനെ തേർഡ് ക്വസ്റ്റ്യനിലെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയി. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക.